ஹலோ கைஸ், வெல்கம் பேக் டு another வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம சேட்டன் தொவினோ தாமஸோட ஐடென்டி மூவி சீன் 1 தான் இன்னைக்கு வந்து ரியாக்ட் பண்ண போகிறோம். ஐடென்டி மூவி வந்து கிரைம் த்ரில்லர், எப்படி ஒரு வித்தியாசமான முறையில் வந்து எல்லாத்தையும் வந்து கண்டுபிடிப்பார் அப்படிங்கிற மாதிரி வந்து இருந்துச்சு. நம்ம சேட்டன் எப்படி சொல்கிறது, நம்ம சேட்டன் தொவினோ தாமஸோட வந்து ஏஆர் மூவி வந்து ஃபுல் மூவி நம்ம ரியாக்ட் பண்ணியிருக்கோம். பார்க்காதவங்க கண்டிப்பாக விசிட் பண்ணி பாருங்கள். அந்த மூவியில் வந்து நம்ம சேட்டன் தொவினோ தாமஸ், அதுக்கப்புறம் வந்து 3 அஜு வர்கீஸ் நிறைய பேர் வந்து நடிச்சிருக்காங்க. நம்ம சீனை போய் பார்ப்போம். பார்த்துட்டு அதுக்கப்புறம் அதை பற்றி பேசுவோம். வீடியோக்களை போகிறதுக்கு முன்னாடி நீங்கள் யாரும் நம்ம சேனலை சப்ஸ்கிரைப் பண்ணலன்னா கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். மறக்காம இந்த வீடியோக்கு லைக் பண்ணுங்கள். இப்போ வாங்க வீடியோக்குள்ளே போகலாம். മോനെ അതൊന്നും എടുത്ത് കളിക്കല്ലേ, ഡോക്ടറിന് വഴക്ക് പറയും. സാരമില്ല, എന്താ അവനത് അറേഞ്ച് ചെയ്യ. How did he? He's a prodigy. സബ്ജക്ട്സും ബുക്ക് ടൈറ്റിൽസും ഒന്നും മനസ്സിലായിട്ടല്ല, അലതർ ഗവറിന്റെയൊക്കെ ടെക്സ്റ്ററും കളറും ലെറ്ററിങ്ങിന്റെ വലിപ്പവും ഒക്കെ ഇവൻ നമ്മളെയൊക്കെ നന്നായി സ്പോട്ട് ചെയ്യും. സ്മിത ചേച്ചി ആർട്ടിസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ചേച്ചിയുടെ രണ്ടാമത്തെ ആളാണ് ഇവൻ. ഹരൻ. I came to call you. സ്മിതയുടെ കണ്ടീഷൻ സ്റ്റേബിൾ ആയിട്ടുണ്ട്. They're almost paralyzed now. She was a police sketch artist. കല്യാണം കഴിച്ചതും ഒരു പോലീസുകാരൻ, എസ് പ്രതാപ് ശങ്കർ. പക്ഷെ ജോലിക്കിടയിലെ പ്രണയം പോലെ ആയിരുന്നില്ല അവരുടെ മാരീഡ് ലൈഫ്. 10 വർഷം അയാളുടെ വയലൻസ് സഹിച്ചിട്ടാണ് ഒടുവിൽ അവർ ഡിവോഴ്സ് ഫയൽ ചെയ്തത്. ഷി വൺ ദ ഡിവോഴ്സ് ബട്ട് ലോസ് ദ കസ്റ്റഡി ബാറ്റിൽ. മൂത്ത മോൾ ദേവികയെ അമ്മയ്ക്കൊപ്പം വിട്ട കോടതി അന്ന് 3 വയസ്സ് മാത്രമുള്ള ഇവനെ അയാൾക്ക് കൊടുത്തു. പിന്നെ ആ ഷോപ്പിൽ 4-5 കൊല്ലം. അതും കഴിഞ്ഞാണ് ബാംഗ്ലൂർ സെഷൻ സിംഗറായ സുദീപിനെ പരിചയപ്പെടുന്നതും കല്യാണമൊക്കെ. ഈ കഴിഞ്ഞ ജൂലൈയിൽ അവർക്കൊരു കുഞ്ഞ് ജനിച്ചു, നീരജ, ഞങ്ങളുടെ നീരുമോൾ. 2 മാസങ്ങൾക്ക് മുമ്പ് രാത്രി ഞങ്ങൾക്കൊരു കോള് വന്നു. എന്റെ പപ്പ പ്രതാപ് ശങ്കർ കുഴഞ്ഞു വീണ് മരിച്ചു, ആൽക്കഹോൾ പോയിസണിങ്. ഫോർമാലിറ്റീസ് കഴിച്ച് ഹരനെ തിരികെ കിട്ടുന്ന സന്തോഷത്തിലായിരുന്നു സ്മിത ചേച്ചിയും ഞങ്ങളെല്ലാവരും. But it wasn't what we expected. അയാൾക്കൊപ്പം 7 വർഷം കോട്ടേഴ്സിനുള്ളിൽ വളർന്ന ഇവൻ, he had developed an obsessive personality disorder. ആ മനുഷ്യൻ ഒരിക്കലും ഇവനൊരു മകനെ പോലെ അല്ല കണ്ടത്. അടിച്ചു തെളിച്ച് ട്രെയിൻ ചെയ്തെടുക്കാനുള്ള ഒരു കാഡറ്റ്. ഇവൻ എന്ത് ചെയ്താലും എത്ര നന്നായി ചെയ്താലും അയാൾക്ക് തൃപ്തിയാകുമായിരുന്നില്ല. ഇല്ലാത്തൊരു പെർഫെക്ഷന് വേണ്ടി ജീവിതത്തിന്റെ ആദ്യ 7 വർഷങ്ങൾ അച്ഛനെ പ്ലീസ് ചെയ്യാനായി ഡ്രൈവ് ചെയ്ത് അവന്റെ കുഞ്ഞു മനസ്സൊരു ഒബ്സഷൻ കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യായിരുന്നു. ഒബ്സസ്ഡ് വിത്ത് ഓർഗനൈസേഷൻ, ഒബ്സസ്ഡ് വിത്ത് പെർഫെക്ഷൻ. അതാണ് അതിന്റെ കുറച്ചു മുമ്പ് ആ റൂമിൽ കണ്ടത്. ഇറ്റ്സ് ഹിസ് വേ ഓഫ് കോപ്പിംഗ് വിത്ത് ഹിസ് മദർസ് സിറ്റുവേഷൻ. അപ്പൊ മിസ്റ്റർ സുധീറിന്റെ കാര്യം അവനോട്? ഇല്ല, ചേച്ചിയെ പോലെ ആക്സിഡന്റിൽപ്പെട്ട് സുദീപും സീരിയസ് ആണെന്ന് ഇവനോട് പറഞ്ഞിട്ടുള്ളൂ. അങ്കിൾ. ആ അയ്യോ, മോളെ കാര്യമില്ലേ? അമ്മയുടെ സിറ്റുവേഷൻ ഞങ്ങൾ പറഞ്ഞില്ലേ, കണ്ടോളേ. അങ്കിൾ, ഹരൻ അവിടെ?
ഐഡന്റിറ്റി കോയമ്പത്തൂർ. എടി എടി ഇത് എത്ര നേരമായി? നിനക്ക് സിക്കല്ലേ? എടി ഒരു മിനിറ്റ്, ഞാൻ ഈ ഡ്രസ് ഒന്ന് ഇടട്ടെ. ഇതിപ്പോ ഞാൻ ഇറങ്ങും. കൊറേ നേരം നിക്കാന്നുള്ളത്. ഇത് കൊള്ളാല്ലേ? രസം അല്ലേ? ഹാപ്പിയല്ലേ? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു. എടി വണ്ടിയുടെ താക്കോൽ ട്രയൽ റൂമില്ല. നീ ഒരു കാര്യം ചെയ്യും, നീ ഇത് കൊണ്ടുപോയി ഡ്രസ്സ് കളക്ട് ചെയ്യുക. ഞാൻ താക്കോൽ എടുത്തോണ്ട് ഓടി വരാവേ. താക്കോൽ സാവിയ. ഓ എന്താണ് ഒരു ഫോണോ? ഇത് റെക്കോർഡിംഗാ. മലയാളിയാണോ? ഈ ഫോണുകൾ ഡ്രസ്സയുടെ ട്രയൽ റൂമിൽ നിന്ന് കിട്ടിയതാ. ഇതിന്റെ ക്യാമറ ഓണാണ്. നോക്ക്. இவங்க ஏறதுக்கு 15 மினிட் முன்னாடி யாராவது அந்த ட்ரையல் ரூம் மிஸ் பண்ணாங்களா? ചേട്ടാ, ആ പയ്യനോട് കുറച്ചു നേരമായിട്ട് ചുറ്റി തിരിയുന്നുണ്ടായിരുന്നു. ஏய் இது உன் போனா? ഓ ഓ ഇവരും കൂട്ടാ. അത് ശരി. ഏയ് எப்படியெல்லாம் பண்றாங்க. എന്താണ് നക്കുൽ ബ്രോ, ഇവിടെ ഉദയം പാളയത്ത് ഉണ്ടായിട്ട് ഒന്നും പോലല്ലോ. നമുക്ക് അടുത്ത പേയ്മെന്റിനുള്ള വർക്ക് സെറ്റ് ആക്കണ്ടേ? ഈ കാര്യം പറഞ്ഞ് നീ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ. പ്ലീസ്, ഞാൻ വർക്കില്ല. ബ്രോ, നീ എനിക്ക് ചെയ്തു തരുന്നത് സർവീസ് ഒന്നുമല്ലല്ലോ. കൃത്യമായിട്ട് അമൗണ്ട് നിന്റെ അക്കൗണ്ടിൽ കയറുന്നില്ലേ? അതിന്റെ റെക്കോർഡ്സിൽ എന്റെ ഫോണിലുണ്ട്. എന്നിട്ട് എന്താണ് ബ്രോ ഒന്ന് മറന്നുപോലെ? പ്ലീസ്, തൽക്കാലം ഒരു ലിങ്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. എഫ്ബി പ്രൊഫൈലിന്റെ അഡ്രസ്സും ലൊക്കേഷനും കണ്ടുപിടിച്ചിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്യണം. ക്യാഷ് ക്രെഡിറ്റ് ആയിരുന്നു. നീ ടെൻഷൻ അടിക്കണ്ട. കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടല്ലോ, ബാക്കിയൊക്കെ അവര് നോക്കിക്കോളൂ. അതെ, ഇതിപ്പോ സന്ദീപിനോട് പറയാൻ നിൽക്കണ്ട. ഓക്കെ, പോട്ടെ.
ஐயோ. നീ ആ പോലീസ് സ്റ്റേഷനിൽ എത്താനെടുക്കുന്ന ടൈമിനുള്ളിൽ ഇനി 6 മിനിറ്റിന്റെ ബോഡി ഷോ ഇന്റർനെറ്റിൽ ഇറങ്ങും. ஐயோ. കല്യാണമൊക്കെ അടുത്തെത്തിയിരിക്കല്ലേ. ഒറ്റ ഓഫർ 3 lakh rupees. പിന്നെ ഈ വീഡിയോ ആരും കാണുന്നു. ATM കാർഡില്ലേ, അതിലുള്ളത് ഇപ്പൊ എടുക്കാം. ബാക്കി നാളെ 12 മണിക്കൂർ. ഹലോ, എനിക്കിത് കൂടുതൽ പറയാനൊന്നുമില്ല. പുണ്യത്തിന് വേണ്ടിയല്ല അമർ ഇത് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം പറഞ്ഞ ക്യാഷ് സെറ്റിൽ, അല്ലെങ്കിൽ ഞാൻ എടുത്ത സാധനം വെച്ച് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. സാർ ആ ലൈനാണോ? എനിക്ക് ചെയ്യാൻ പറ്റിയ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു പ്രശ്നമുണ്ട്. എനിക്ക് 2 ദിവസത്തേക്ക് നിൽക്കാൻ ഒരു സ്ഥലം വേണം. പിന്നെ എന്റെ സിസ്റ്റം സാധനങ്ങളെ കണക്ട് ചെയ്യാൻ ഒരു IP അഡ്രസ്. ഹലോ, பிரேக். யாருடா? ஐயோ ஐயோ. ஐயோ. ஐடென்டி அழிச்சிடணும் அப்படிங்கிறாங்க. சூப்பர் 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 சூப்பராக இருந்துச்சு. ட்ரையல் ரூமில் வந்து இது எல்லாம் ஒரு விழிப்புணர்வு மாதிரி தான். கேமரா வந்து வச்சுருப்பாங்க. அவங்களே வந்து தெரில ட்ரெஸ் மாதிரி வந்து போயிருப்பாங்க. அதுக்கப்புறம் வந்து ஆமாம் தாக்கோல் சாவி வந்து மறந்துட்டேன், நான் எடுத்துகிட்டு வரேன்னு சொல்லிட்டு பார்க்கும்போது அப்போதைக்கு வந்து நோட்டீஸ் வந்து பண்ணியிருப்பாங்க. அதை எடுத்துகிட்டு வந்து கையில் வந்து வச்சுருக்காம அவங்கள்ட்ட வந்து போய் கொடுத்தோடனே அவங்க வந்து அவங்களே ஆள் வந்து செட் பண்ணியிருப்பாங்க. டக்குன்னு பிடிக்கிட்டு வந்து போயிட்டாங்க. அவங்க பார்த்தா கடைசியில் வந்து அவங்களோட எப்படி சொல்கிறது கூட்டு தான் நெட்டில் ஏற்றி வந்து நான் வந்து மிரட்டுறாரு, நான் வந்து லீக் பண்ணிடுவேன் 3 லட்ச ரூபா இவங்க கொடுக்குறாங்களா இல்லை அவங்க கொடுக்கணுமா என்னன்னு சொல்லிட்டு வந்து மிரட்டிருக்காரு. அது வந்து லாஸ்ட்டில் வந்து எல்லாத்தையும் வந்து ஒருத்தர் எரிச்சிட்டாரு. யார் என்னன்னு சொல்லிட்டு தெரில. சீன் 2ல் வந்து பார்த்தா தான் தெரியும். ஓகே, இந்த வீடியோ கண்டிப்பாக உங்களுக்கு பிடிக்கும்னு நினைக்கிறேன். பிடிச்சா மறக்காம இந்த வீடியோக்கு லைக் பண்ணிட்டு சப்ஸ்கிரைப் பண்ணால் பார்த்துக்கிட்டிங்கன்னா கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். இதுபோல் நல்ல வீடியோ நெக்ஸ்ட் சந்திப்போம். பாய்.